ഇൻ്റർനെറ്റിലൂടെ ഡെപ്പോസിറ്റ് ഒന്നും കൂടാതെ തന്നെ എങ്ങനെയാണ് നല്ലൊരു രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് അനിവാര്യമായിട്ടുണ്ട്. ആ ജിമെയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് അത് ഉപയോഗിച്ച് കയറാം. അല്ലാത്ത ആളുകൾ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതിനുശേഷം അഡ്രസ് ബാറിനകത്ത് www.blogger.com എന്നടിച്ചതിന് ശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോയ്ക്കകത്ത് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് ഏതാണോ ആ ജിമെയിൽ അക്കൗണ്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ ജിമെയിൽ അക്കൗണ്ട് നമ്മളിവിടെ അടിച്ചതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് എത്രയാണോ ആ പാസ്വേഡ് താഴെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ബ്ലോഗ് ഉണ്ടാക്കുന്നതിനുള്ള ആദ്യപടി എന്നുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. കൺഫേം യുവർ പ്രൊഫൈൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പൂർണ്ണമായിട്ടും ഇവിടെ കാണാം. അത് എഡിറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇവിടെ ഇമെയിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ബ്ലോഗിലേക്ക് വരുന്ന അഡീഷണൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇമെയിലായിട്ട് നമ്മളുടെ ഇമെയിലിലേക്ക് അയച്ചു തരാനായിട്ട് ഇവിടെ ടിക്ക് മാർക്ക് ഇടുക. അതിനുശേഷം കണ്ടിന്യൂ ടു ബ്ലോഗർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ബ്ലോഗ് ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയായി. ഇവിടെ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് ബ്ലോഗ് തുടങ്ങുന്നതിനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നമുക്ക് നമ്മളുടെ ഭാഷ തിരഞ്ഞെടുക്കാം. അതായത് മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകളും അതിനകത്തുണ്ട് വരുന്നുണ്ട്. നമുക്ക് ഏത് ഭാഷ വേണമെങ്കിലും ആ രീതിയിൽ തിരഞ്ഞെടുത്ത് ബ്ലോഗ് ഉണ്ടാക്കാം. നമ്മൾ ബ്ലോഗ് ഉണ്ടാക്കുമ്പോൾ ഈ ന്യൂ ബ്ലോഗ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് യുവർ ബ്ലോഗ് നൗ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ന്യൂ ബ്ലോഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഈ വിൻഡോയ്ക്കകത്ത് നമുക്കിവിടെ വേണമെങ്കിൽ ഇവിടെ നല്ലൊരു ടൈറ്റിൽ, ഈ ടൈറ്റിലായിരിക്കും നമ്മുടെ ബ്ലോഗിൻ്റെ ഏറ്റവും മുന്നേ കാണുന്നത് എന്നുള്ളതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ സാധ്യതയുള്ള കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്താൽ കാണുന്ന ഒരു പേരായിരിക്കണം നാം അവിടെ കൊടുക്കേണ്ടി വരുന്നത്. ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഏൺ മണി എന്നാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് നമ്മുടെ ബ്ലോഗിന് ഒരു നെയിം ഉണ്ടാക്കേണ്ടതുണ്ട്. ആ നെയിം നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. നമുക്ക് താല്പര്യമുള്ള ഏത് അഡ്രസ്സാണോ ആവശ്യം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഏൺ മണി എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സോറി, ദിസ് ബ്ലോഗ് അഡ്രസ് ഈസ് നോട്ട് അവൈലബിൾ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഉള്ള ഒരു അഡ്രസ്സ് നമുക്ക് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സ്പെല്ലിംഗ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ദിസ് ബ്ലോഗ് അഡ്രസ് ഈസ് അവൈലബിൾ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു അഡ്രസ്സാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് ടെംപ്ലേറ്റ് ആയിട്ട് ഒരു ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ കാണുന്നതിൽ നിന്ന് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മോഡൽ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ക്രിയേറ്റ് ബ്ലോഗ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യഘട്ടം കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ നമ്മുടെ ബ്ലോഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. രാംദേവ്സ് എന്ന് പറയുന്ന ഒരാളുടെ ബ്ലോഗാണ്. ഏൺ മണി എന്നാണ് നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. വേറെ പോസ്റ്റിങ്ങുകളൊന്നും തന്നെയില്ല. നമുക്ക് വേണമെങ്കിൽ വ്യൂ ബ്ലോഗിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലോഗിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് കാണാം. ഏൺ മണി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോ പോസ്റ്റിങ്ങുകളൊന്നും തന്നെ വന്നിട്ടില്ല, യാതൊന്നും തന്നെ ഇല്ല, ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് പോസ്റ്റിങ്ങുകൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ ബ്ലോഗ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ്